എഡിറ്റിംഗിൽ മിന്നിത്തിളങ്ങി ആന്റണി ഗോൺസാൽവസ്. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ചിത്ര സംയോജനത്തിൽ ഇന്ന് ലോകശ്രദ്ധ പിടിച്ചുപറ്റിയ ഫിലിം എഡിറ്ററാണ് ആന്റണി ഗോൺസാൽവസ്. പ്രേക്ഷകരെ സിനിമ കാണാൻ പഠിപ്പിച്ചവൻ. അതാണ് ആന്റണി ഗോൺസാൽവസ് എന്ന ഇന്ത്യ കണ്ട എക്കാലത്തെയും മികച്ച എഡിറ്റർ. ഒരു സിനിമയുടെ എഡിറ്റിംഗ് കാഴ്ചക്കാരനെ ആസ്വദിപ്പിച്ചു തുടങ്ങിയത് ആന്റണി ഗോൺസാൽവസിന്റെ കടന്നുവരവോടെയാണ്. ചിത്രങ്ങളുടെ പാളികൾ, കഥ, സംഭാഷണം, സംഗീതം, അഭിനേതാക്കളുടെ പ്രകടനങ്ങൾ എന്നിവ ആന്റണിയുടെ വിരൽത്തുമ്പുകളിലൂടെ വ്യത്യസ്തമായ ദൃശ്യപൊരുത്തങ്ങൾ സൃഷ്ടിച്ചു. ഷോട്ടുകൾക്കിടയിൽ വെറും ഒരു തുടർച്ച സൃഷ്ടിക്കാതെ ഓരോ ഷോട്ടുകളുടെയും ദൈർഘ്യം, ഫ്രെയിമുകളുടെ എണ്ണം എന്നിവ ചിട്ടപ്പെടുത്തി ഫ്ലാഷ് ബാക്കുകളും ഫ്ലാഷ് ഫോർവേഡുകളും സൃഷ്ടിക്കുന്ന രീതി ആന്റണി ഗോൺസാൽവസ് തന്റെ ചിത്ര സംയോജന കലയിൽ പിന്തുടർന്നിരുന്നു. രണ്ട് ഷോട്ടുകൾക്കിടയിലുള്ള ഗ്രാഫിക്, റിതമിക്, ടെമ്പറൽ, സ്പേഷ്യൽ ബന്ധങ്ങൾ എന്നിവ മനസ്സിലാക്കി സംയോജിപ്പിക്കാൻ ആന്റണിയുടെ വിരലുകൾ എന്നും ശ്രമം തുടർന്നിരുന്നു. അതിന് അദ്ദേഹം ആദ്യമായി ചെയ്ത കാക്ക കാക്ക എന്ന ചിത്രത്തിലെ എന്നെ കൊഞ്ചം എന്ന ഗാനത്തിലെ ദൃശ്യശകലങ്ങൾ തന്നെ ഉദാഹരണമായി എടുക്കാവുന്നതാണ്. വേട്ടയാട് വിളയാട് എന്ന ചിത്രത്തിലെ ഗാനരംഗങ്ങളിലും ഫൈറ്റ് സീക്വൻസുകളിലും സസൂക്ഷ്മം വരുത്തിയ മാറ്റങ്ങൾ, യന്തിരൻ എന്ന ചിത്രത്തിൽ കൊണ്ടുവന്ന ചിത്ര സംയോജന പരിഷ്കാരങ്ങളും ഫ്രെയിമുകളുടെ വ്യത്യസ്തമായ മാച്ച് കട്ട്, ഡൈനാമിക് കട്ട്, സ്മാഷ് കട്ട് എന്നിവയും ആന്റണിയുടെ ചിത്ര സംയോജനത്തിലുള്ള മികവിനെ ലോകശ്രദ്ധ ആകർഷിപ്പിച്ചു. താൻ കൈകാര്യം ചെയ്യുന്ന സിനിമകൾക്ക് ഒരു നരേറ്റീവ് ഫ്ലോ കൊടുക്കാൻ അദ്ദേഹത്തിന് എപ്പോഴും സാധിക്കുന്നു എന്നുള്ളതിന് തെളിവാണ് സമീപകാലത്തായി പുറത്തിറങ്ങിയ വെന്തു തനിന്തത് കാട് എന്ന ചിത്രം. ദൃശ്യങ്ങളെ അളന്നു മുറിച്ച് കാഴ്ചക്കാരനെ എന്നും കൗതുകപ്പെടുത്തുന്ന ആന്റണി ഗോൺസാൽവസ് എന്ന ചിത്ര സംയോജകൻ എന്നും ജീവനുള്ള നിറങ്ങളും ഗന്ധങ്ങളും സിനിമയ്ക്ക് നൽകുന്നു.